കർത്താവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും എന്തപേക്ഷിച്ചാലും നിശ്ചയമായും തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്ക് പലതും ലഭിച്ചിരിക്കുന്നത്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഒരു പൂർണ്ണത ജീവിതത്തിലില്ല. ഇങ്ങനെ പറയുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് ഞാൻ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായി വന്നു. അവരെ കണ്ടപാടെ യേശു പറഞ്ഞത്, നിങ്ങൾ പോയി പുരോഹിതനെ നിങ്ങളെ തന്നെ കാണിച്ചുകൊള്ളുക. അന്നത്തെ കാലത്ത്, അതായത് മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഒരു കുഷ്ഠരോഗി സൗഖ്യമായോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് പുരോഹിതന്മാരായിരുന്നു. അത് കേട്ടപാട് ഈ 10 പേരും പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് ഓടി. അവർ വഴി പോകയിൽ തന്നെ സൗഖ്യവുമായി തീർന്നു. എന്നാൽ അവരിൽ ഒരുവൻ അവനിൽ സൗഖ്യമുണ്ടായപ്പോൾ ആ സന്തോഷത്തിൽ തിരികെ ഓടി വന്ന് തനിക്ക് സംഭവിച്ചതൊക്കെയും പറഞ്ഞു. യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ 9 പേർ എവിടെ? അതിനുശേഷം യേശു അവനോട് പറഞ്ഞ മറുപടി ദ പാഷൻ ട്രാൻസ്ലേഷൻ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം. പിന്നെ യേശു തൻ്റെ കാൽക്കൽ കിടന്ന് സുഖം പ്രാപിച്ച മനുഷ്യനോട് പറഞ്ഞത്, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചതും നിന്നെ പരിപൂർണനാക്കിയതും. ആ 9 പേർക്കും ലഭിക്കാത്തൊരു പ്രിവിലേജ് ഇദ്ദേഹത്തിന് ലഭിച്ചു. യേശു അവനോട് പറയുകയാണ്, നീ പരിപൂർണനായി. നമുക്കറിയാം, കുഷ്ഠരോഗികളായിരിക്കുന്നവരുടെ പല അവയവങ്ങളും നഷ്ടപ്പെട്ടു പോയവരാണ്. ആ 9 പേർക്ക് സൗഖ്യം ലഭിച്ചു, പക്ഷെ അവരുടെ അവയവങ്ങൾ പുതുതായി സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ തിരികെ യേശുവിൻ്റെ അടുക്കൽ വന്നവന് ലഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പരിപൂർണനായി തീർന്നു. കർത്താവിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും എന്തപേക്ഷിച്ചാലും നിശ്ചയമായും തരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കണമെങ്കിൽ താനുമായി വ്യക്തിപരമായൊരു ബന്ധത്തിൽ നമ്മൾ തുടർന്നേ മതിയാകത്തുള്ളൂ. അവിടെയാണ് നമ്മളുടെ സന്തോഷം പരിപൂർണമാകുന്നത്.